ഗ്രീഷ്മരാത്രിയിൽ പുലർക്കാല സ്വപ്നമായി മാലാഖചാരി അണഞ്ഞ നേരം മറുവാക്കു ചൊല്ലിടാതെ നൽകി നീ കിടന്നുകൊണ്ട് ഈശോ അമ്മോട് പറയുകയാണ്, ഇതാ നിന്റെ അമ്മ. എത്ര സങ്കടകരമായ സമയത്ത് പോലും പരിശുദ്ധ അമ്മ നമ്മളോട് ഓരോരുത്തരുടെയും കൂടെയുണ്ട്. ഇതാ കർത്താവിന്റെ ദാസി എന്ന ഈ അമ്മയുടെ വാക്കുകളാണ് കാലത്തിന്റെ പൂർണ്ണതയിൽ ലോകം മുഴുവനുള്ള മനുഷ്യ മക്കൾക്ക് അമ്മയായി തീർത്തത്. ദൈവഹിതത്തിന് ആമേൻ പറയാൻ നമുക്കും പുത്രന്റെ കനിവാണു പൂവേ, അന്നെന്റെ കർത്താവ് കൽപ്പിച്ചു തന്നു അമ്മ, എന്റെ സ്വർഗീയ അമ്മ, അമ്മ എന്റെ കർത്താവിനം. പരിശുദ്ധ അമ്മയെ പോലെ ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന എളിമയുടെ മനോഭാവം നാം സ്വീകരിച്ചാൽ ദൈവഹിതം എന്തെന്ന് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും. പരിശുദ്ധ അമ്മയുടെ വിധേയത്വവും ദൈവാശ്രയബോധവും നമുക്ക് മാതൃകയാക്കാം. അമ്മയിൽ വിളങ്ങിയിരിക്കുന്ന എളിമയെന്ന പുണ്യം നമുക്ക് സ്വന്തമാക്കാം. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? നിന്റെ അഭിവാദന സ്വരം ശ്രവിച്ച മാത്രയിൽ ഗർഭസ്ഥ ശിശു എൻ്റെ ഉദരത്തിൽ കുതിച്ചു ചാടി. പരിശുദ്ധ അമ്മ എലിസബത്തിനെ കാണാൻ വന്നപ്പോൾ പറഞ്ഞ വാക്കുകളാണിവ. ഓരോരുത്തരും വിവിധ ഇടങ്ങളിൽ കടന്നു ചെല്ലുമ്പോൾ നമ്മെ നോക്കിയും സന്തോഷത്തോടെ മറ്റുള്ളവർക്ക് പറയാൻ സാധിക്കണം, എൻ്റെ സാന്നിധ്യം അനുഗ്രഹമാണെന്ന്. അതിനായി നമ്മുടെ വാക്കും പ്രവൃത്തിയും പരിശുദ്ധ അമ്മയുടേതുപോലെ നിർമ്മലമാക്കാം. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അങ്ങ് പരിശുദ്ധാത്മാവിനാൽ ഈശോയെ ഗർഭം ധരിച്ച് ദൈവത്തിൻ്റെ വചനം സ്വീകരിച്ച് അവിടുത്തെ ഇഷ്ടം നിറവേറ്റുവാൻ സന്നിഹിതയായതുപോലെ കുടുംബജീവിതം നയിക്കുന്ന ഞങ്ങളും അമ്മയുടെ വഴിയിൽ കൂടി എളിമയുടെ ജീവിതം നയിക്കുവാനും കുടുംബത്തെ ദൈവസന്നിധിയിലേക്ക് മക്കളെയും ഉയർത്തുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.